ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു നൂഡിൽസ് റെസിപ്പി എൻ്റെ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. എനിക്കതിന് വേണ്ടി 2 സവോള, ഒരു ക്യാരറ്റ്, പിന്നെ മാഗി നൂഡിൽസിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. സവോളയും ക്യാരറ്റും അരിഞ്ഞ് വെച്ചു. ക്യാരറ്റ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത ക്യാരറ്റായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാഗി നൂഡിൽസ് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. അത് കുക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ മസാല റെഡിയാക്കേണ്ടതാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് മസാല റെഡിയാക്കിയത്. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്തു, സവാള ഇട്ടു, ചെറുതായിട്ടൊന്ന് വഴറ്റി. അധികം നേരം വഴറ്റിയത് സവാള ഉണങ്ങി കരിഞ്ഞ് പോകുമെന്ന് ചെറിയൊരു കുക്ക് സവാളയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ക്യാരറ്റ് ഇടാനായിട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാരറ്റ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാരറ്റ് ഇടുക വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇടാൻ പോവുകയാണ്. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാല അതിലേക്ക് ഇടുക എന്നുള്ളതാണ്. മസാല അതിലേക്ക് ഇട്ടു. മസാല പിടിക്കാനായിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല അതിലേക്കൊന്ന് പിടിക്കും. 2-3 സെക്കൻഡ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് മുട്ട കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 മുട്ട വരുമ്പോൾ തന്നെ ഒരു നൂഡിൽസിന് നല്ല രസമാണ്. മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ മുട്ട ഒക്കെ കുത്തിപ്പൊരിക്കുന്ന പോലെ ഇതൊന്ന് ആ ഒരു പരുവത്തിനായിട്ടുണ്ടെങ്കിൽ, വല്ലാണ്ട് ഡ്രൈ ആയി പോകേണ്ട മുട്ട ഒരു പരുവത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസ് ഇടാം. ഞാൻ പറഞ്ഞല്ലോ, നൂഡിൽസ് ഇരുന്നിട്ട് കട്ട പിടിച്ചു, തണുത്ത് പോയി. അപ്പോൾ ഞാൻ അതിലേക്ക് കോരിയിടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെരിഞ്ഞു. പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇളക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് 2 കയ്യിലും കൂടി എടുത്ത് അത് യോജിപ്പിച്ചു. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നൂഡിൽസ് എനിക്ക് കിട്ടി. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് നോക്കാൻ എൻ്റെ പേപ്പറിൻ്റെ മോളിലും കൂടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളും പറഞ്ഞു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.